നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനോ ഡയറക്റ്റ് വന്ന് കാണാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റോട്ട് വരാവുന്നതാണ്. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി. ഒരു 80-90% നമുക്ക് കൺഫേം ആക്രോസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മൾ ആദ്യം ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയിൽ കാണിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കണം നമ്മൾ ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ അണ്ടർലൈൻ അസറ്റിനെ നോക്കിയിട്ടാണ് അതിൻ്റെ ഓപ്ഷനിലോട്ട് പോകുന്നത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കോൾ സൈഡ് ആണോ അതോ പുട്ട് സൈഡ് ആണോ നമ്മൾ എൻട്രി വരുന്നത്, ഏത് സ്ട്രൈക്കാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ 51,717 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുകയാണ്. നമുക്ക് ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ള റെഡ് വരുന്ന സെല്ലുമാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അലേർട്ട് വരും, സൗണ്ടും കേൾക്കാൻ പറ്റുമേ. അതുപോലെ ഇതിനകത്ത് എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കാനർ കൂടെ ഉണ്ട്. അപ്പോൾ സ്കാനറിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റുകൾ ഏത് ട്രെൻഡാന്നുള്ളത് ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരുമേ. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് ബൈ വന്നിരിക്കുന്ന സിഗ്നലൊക്കെ ഓട്ടോമാറ്റിക്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുള്ള അലർട്ടും വരും. ഏറ്റവും മേഖല എഴുതി കാണിച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ബൈ ആയിട്ട് 51,470 470 ബാങ്ക് നിഫ്റ്റി ബൈയിലോട്ട് വന്നത്. ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻ ബൈസ് എന്താ ചെയ്യേണ്ടത്, കോൾ ഓപ്ഷനിൽ പോകണം. കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. അതുപോലെ 51,470 എന്ന ലെവലിൽ ഈ ലെവലിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. 470 മാർക്കറ്റ് നമുക്ക് നിയർ ബൈ എന്ന് പറയുമ്പോൾ 500 അറ്റ് ദ മണിയോ അല്ലെങ്കിൽ 300 200 ഇൻ ദ മണിയിലോ ഔട്ട് ഓഫ് ദ മണി അതിൻ്റെ മേളിൽ ഏത് വേണമെങ്കിലും എടുക്കാം. 400 300 ഏത് സ്ട്രൈക്ക് സെലക്ഷൻ നമ്മുടെ ഡിപ്പെൻഡ്സ് ഓൺ അവർ ക്യാപിറ്റൽ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് വേണേ ഓപ്ഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് ഉണ്ടല്ലോ, ആ സ്ട്രൈക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് കൺഫേം എൻട്രി ഉണ്ടെങ്കിൽ എടുക്കാവുള്ളൂ. കാരണം സംടൈംസ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിലൊക്കെ ഫേക്കുള്ള ട്രേഡ് കയറി വരും. അത് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും കമ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ ഒഴിവായി കിട്ടുന്നതാണ്. അങ്ങനെ തന്നെ കുറേ ലോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ 51,470 നമുക്ക് ബൈ വന്ന്. അപ്പം ഞാൻ 51,400 നമുക്കൊരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് 51,400 തന്നെ ഓപ്പൺ ചെയ്യണം. ഇപ്പം ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടിരുന്നതാണ്. ഇവിടെ നോക്കിയാൽ ഞാൻ ഓപ്പൺ ചെയ്യുന്ന 51,400 അവിടെ നമുക്ക് ഇതുപോലെ ബൈ ആരോ ഉണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മുടെ കൺഫർമേഷൻ എപ്പോഴും നോക്കണം നമ്മുടെ പ്രീമിയം ചാർട്ടിലാണ്. അവിടെ നമുക്ക് ബൈ ആരോ ഉണ്ടല്ലോ. ഇനി ഇത് കൺഫേം ആണെന്ന് നോക്കണം. കൺഫർമേഷൻ ഇത്രേ ഉള്ളൂ. ആരോ വരുമ്പോൾ തന്നെ അത് കൺഫേം ആയിരിക്കും. ചില കേസിൽ അത് കൺഫർമേഷൻ ഇല്ലാതെ വരുള്ളൂ. ആരോ വരുമ്പോൾ താഴത്തെ ബാർ എന്തായിരിക്കണം, ഇതുപോലെ ഗ്രീൻ കളറിലോട്ട് വരണം. അതുപോലെ ഇവിടെ എന്തായിരിക്കണം, പ്രൈസ് ഓൺ ബൈ സോൺ എന്ന് തന്നെ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവുള്ളൂ. ഇവിടെ നോക്കിയാൽ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ സ്ട്രൈക്കുകൾ ഏത് സ്ട്രൈക്ക് എടുത്താലും അതിൻ്റെ എൻട്രിയും എക്സിറ്റും എല്ലാം സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ അതേ ചാർട്ടിൽ തന്നെ നമുക്ക് കാണിച്ചു തരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സിറ്റും കൊടുക്കാം. 184.10 നമുക്ക് ബൈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മാർക്കറ്റോട്ട് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഈ ലെവലിന് കിട്ടണമെന്നില്ല, ചെറിയ ഡിഫറൻസ് മേലോട്ട് താഴോട്ട് ട്രേഡ് ലെവൽ കിട്ടും. അതിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ 184 നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കി 202 എക്സിറ്റ് ഉണ്ട്, 217 എക്സിറ്റ് ഉണ്ട്, 231 എക്സിറ്റ് ഉണ്ട്. അപ്പോൾ 3 എക്സിറ്റ് ലെവൽസ് ഉണ്ട്. ഇത് നമ്മുടെ ഡിപ്പെൻഡ് നമ്മൾ എത്ര റിസ്ക് എടുക്കാൻ പറ്റും. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് തേർഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് എപ്പോഴും നമുക്ക് എടുത്തില്ല. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ട്രെയിൽ ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണം. അപ്പോൾ നോക്കി നല്ലൊരു മൂവ്മെൻറ്റ് വന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ മെയിൻ ചാർട്ടിനെ ഫോക്കസ് ചെയ്യണം. അവിടുന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ സ്ട്രൈക്ക് സെലക്ഷനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതാ മേലുള്ള റേറ്റ് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് സെലക്ഷൻ നടത്താവുന്നതാണ്. അതിൻ്റെ ബാക്കി നമ്മുടെ ആ സ്ട്രൈക്കിൻ്റെ ഇത് ലൈവ് ട്രേഡ് നടക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്ത ലെവൽ ഏതാണ്, ഇപ്പോൾ 51,700 ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുമ്പായിട്ട് ഈ 51,700 നിയർ ബൈ ആയിട്ടുള്ള കോളും പുട്ടൊക്കെ നമുക്ക് നേരത്തെ മാർക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാം, താഴത്തും ആഡ് ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചെടുക്കാനോ ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ തന്നെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഓഫീസ് വേണമെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.